നമ്മുടെ ഒരു ചികിത്സാ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം റിസൾട്ട് കിട്ടുന്ന ഒരു രോഗമാണ് ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. അത് ഡിസ്ക് ബൾജിന്റെ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും നമുക്കൊരു നല്ല റിസൾട്ട് കാണാം. നമുക്കറിയാം ഡിസ്ക് ബൾജിന് മൂന്നാല് അവസ്ഥകളാണ് നമുക്കുള്ളത്. ഒന്ന് ഡിസ്ക് ബൾജ് ഉണ്ട്, അടുത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഡിസ്ക് പ്രൊട്രൂഷൻ ആൻഡ് ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത്. മൂന്ന് അവസ്ഥയിലും നമുക്ക് നല്ലൊരു റിസൾട്ട് രോഗികൾക്ക് പലപ്പോഴും തളർന്ന് അല്ലെങ്കിൽ നടക്കാൻ പറ്റാതെയൊക്കെ കൊണ്ടുവന്നവരൊക്കെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാനൊരു 10-20 വർഷമായിട്ട് ഈ ഡിസ്ക് ബൾജിന്റെ ചികിത്സ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്ക് ബൾജിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പലരും അത്ര പരിചയമില്ലാത്ത അല്ലെങ്കിൽ വ്യാജ ചികിത്സകളുടെ അടുത്തൊക്കെ പോയിട്ട് അവർ പലപ്പോഴും പിടിച്ചിടുക, അല്ലെങ്കിൽ ചവിട്ടി ഒഴിയുക, അല്ലെങ്കിൽ ആ ഡിസ്ക് ബൾജ് ഉള്ളിടത്ത് കിഴി കുത്തുക എന്നൊക്കെ പറയുന്ന ചികിത്സകൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്ക് വരുന്നത്. ഡിസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ നമുക്കറിയാം നട്ടല് എന്ന് പറയുന്നത് ഒരുപാട് ഈ യെല്ലോ കളറിലൊക്കെ കാണുന്ന ഞരമ്പുകളാണ്. ഇവിടെ ഈ ഭാഗമാണ് നമ്മുടെ പുറം ഭാഗം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ ചവിട്ടി തിരുമുകയോ അമിതമായ പ്രഷർ കൊടുക്കുകയോ അല്ലെങ്കിൽ കിഴി കൊണ്ട് കുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഞരമ്പുകളിലേക്ക് പ്രശ്നം വരികയും ഈ ഡിസ്ക് ബൾജ് കൂടുതൽ പ്രശ്നമുള്ളതായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇത്തരത്തിലുള്ള ഇതിൽ അനാട്ടമിയെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത വ്യക്തികളുടെ അടുത്ത് പോയിട്ട് ചികിത്സ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത് എന്താണ്, നമുക്ക് ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ഈ വാഷ് പോലെ കിടക്കുന്നതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിൽ ജലാംശം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഡിസ്ക് ബൾജിന്റെ കാരണം. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പച്ച ചെടി പച്ചയായിരിക്കുമ്പോൾ അത് തിരിയും വളയുകയൊക്കെ ചെയ്യും. അതേസമയം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈ ആയി ഒടിഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കും. അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ MRIയിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക് എന്നാണ് നമുക്ക് MRIയിൽ. കാരണം ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ജലാംശം നഷ്ടപ്പെടുന്നു. നമ്മൾ MRIയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും L4 L5 അല്ലെങ്കിൽ L5 S1 അല്ലെങ്കിൽ C6 C7 ഇവിടെയൊക്കെയാണ് കോമൺ ആയിട്ട് ഡിസ്ക് ബൾജ് ഉണ്ടാവുക. ഇവിടെ എല്ലാം ഡീഹൈഡ്രേഷൻ, ജലാംശം നഷ്ടപ്പെടുന്നു, ഇത് മാത്രമാണ് രോഗം. ഇതാ ആ ഞരമ്പുകളേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ കാലിലേക്കോ കൈയിലേക്കോ തരിപ്പോ വേദനയോ പുകച്ചിലോ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ എന്താണ് ചികിത്സ എന്ന് പറയുന്നത്? ചികിത്സ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ഡിസ്കുകളിലേക്ക് നഷ്ടപ്പെട്ട ജലാംശത്തിലേക്ക് ഓയിലാംശം, ഓയിൽ പോലെയുള്ള സബ്സ്റ്റൻസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്, ഓയിലാംശം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞൊരു 10-20 വർഷത്തെ ചികിത്സയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മനസ്സിലായത്, ഈ MRI പ്രകാരം ഏതൊക്കെ ഡിസ്കിനാണ് രോഗമുള്ളതെങ്കിൽ അവിടെ മാത്രം നമ്മൾ ചെയ്യുന്നത് പ്രത്യേകമായ ടെമ്പറേച്ചറിൽ ഒരു ഓയിലിനെ പ്രത്യേക രീതിയിലേക്ക് അതിലേക്ക് സന്നിവേശിപ്പിക്കുക. ആ ഡിസ്കുകളിലേക്ക് നമ്മൾ മെല്ലെ ധാര പോലെയൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ നമ്മൾ ഡിസ്ക് എവിടെയാണോ തള്ളി നിൽക്കുന്നത് അല്ലെങ്കിൽ ബൾജ് അവിടെ മാത്രമാണ് ചികിത്സ ചെയ്യുന്നത്.